എന്താ അമ്മച്ചി, എന്താ പറ്റിയേ? എന്താ ഹോസ്പിറ്റലിലേക്ക് വരാതെ ഇങ്ങനെ വയ്യാതിരിക്കണേ? ആ നീ വന്നോ കൊച്ചേ? എനിക്ക് തീരെ വയ്യാന്നേ, നല്ല വിറയല. അയ്യോ, പനി ഉണ്ടെന്ന് തോന്നണേ. നീ ഒന്ന് നോക്കിക്കേ മോളെ. എവിടെ അമ്മച്ചി? ഞാനൊന്ന് നോക്കട്ടെ പനി എത്ര ഉണ്ടെന്ന്. ഇന്നലെ രാത്രി നമ്മൾ തുടങ്ങി പനിയാന്നേ. എന്റെ ശ്വാസം എടുത്തിട്ട് ചെറിയ പനി ഉണ്ടല്ലോ. ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ മാറാവുന്ന പനിയുള്ളന്നേ. നമുക്കൊരു ഇഞ്ചക്ഷൻ എടുത്താലോ? അയ്യോ, ഇഞ്ചക്ഷൻ ഒന്നും എനിക്ക് വേണ്ടാന്നേ. ഒരു 2 ദിവസം ഹോസ്പിറ്റലിൽ വന്ന് 2 ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ പനി മാറും അമ്മച്ചി. ഓ കൊച്ചേ, എനിക്ക് ഇഞ്ചക്ഷൻ പേടിയാ. നീ എനിക്ക് വേഗം മരുന്നിങ്ങത്താ. ഇപ്പൊ തന്നെ മരുന്നിങ്ങടാ. അങ്ങനെ പറഞ്ഞാ എങ്ങനെയാ? പനി കൂടില്ലേ അമ്മച്ചി? നമുക്കൊരു 5 ദിവസം ഹോസ്പിറ്റലിൽ പോയി പയ്യെ മരുന്നൊക്കെ അയ്യോ 5 ദിവസം ഒന്നും വേണ്ടില്ല. എന്താ പറ്റിയ അമ്മച്ചി? എന്റെ കൊച്ചുമക്കളെ ബർത്ത്ഡേയാ. എനിക്ക് ബർത്ത്ഡേക്ക് പോകണം. അടുത്ത ആഴ്ച ബർത്ത്ഡേ. എനിക്ക് പോകണം. സമയമില്ല ഹോസ്പിറ്റലിൽ കിടക്കാൻ. ബർത്ത്ഡേക്ക് കൂടാന്ന് ഒരു 2 ഇഞ്ചക്ഷൻ ഒക്കെ എടുത്ത് പനിയൊക്കെ പെട്ടെന്ന് മാറിപ്പോവാം. പനി വെച്ചിട്ട് എങ്ങനെ ബർത്ത്ഡേക്ക് പോവും അമ്മച്ചി? അയ്യോ, അപ്പൊ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് കൊച്ചുമക്കളെ ഡ്രസ്സ് മേടിക്കണോ? ഞാൻ എന്ത് ചെയ്യും? അതിനിപ്പോ എന്താ, അവിടെ പൊന്മാസ് പൊട്ടിയൊക്കെ ഉണ്ടല്ലോ, അവിടെ ഓർഡർ ചെയ്താൽ മതി. 5 ദിവസം കൊണ്ട് ഡെലിവറി ആവും. അമ്മച്ചി ഹോസ്പിറ്റലിൽ പോയിട്ട് വരുമ്പോഴേക്കും ഗിഫ്റ്റ് റെഡി. അങ്ങനെയാണോ? ആഹാ, അത് കൊള്ളാലോ. അമ്മച്ചിക്ക് ഹോസ്പിറ്റലിൽ ഇരുന്ന് തന്നെ ഓൺലൈനിലായിട്ട് ഓർഡർ ചെയ്യാലോ. ഇഷ്ടമുള്ളത് നോക്കി ഇഷ്ടമുള്ള സൈസും കൊടുത്ത് മക്കൾക്കുള്ള ഗിഫ്റ്റ് ഓർഡർ ചെയ്യാലോ. അപ്പോഴേക്കും നമുക്ക് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വീട്ടിൽ വരാം. അത് കൊള്ളാലോ. അപ്പൊ അങ്ങനെ ചെയ്യാലേ?